ഹലോ ഗൈസ്, നമുക്കൊന്നൊരു കല്യാണത്തിന് പറ്റില്ല. കുറെ നാളായിട്ട് ഒരു കല്യാണം കൂട്ടി ഏതായാലും പോകുന്നതിനെ കൂട്ടി ഒരു ലൈം സോഡ കുടിച്ചേക്കാം. ഭായിനോട് വന്നിട്ട് ഒരു ലൈം സോഡ അടിച്ചിട്ടുണ്ട്. ലൈം സോഡ കുടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ചങ്ങായി വന്നിട്ടുണ്ട്. ഇതിനെ കാത്തിട്ടാന്ന് കേട്ടാ ഇത്ര നേരം നിന്നിന്. ഇവൻ 8 മണി തന്നെ 10 മണിക്ക് എത്തും. അങ്ങനത്തെ ഒരു ചങ്ങായി ആണ് കേട്ടാ. ഏതായാലും വീട് പൊത്തുന്നുണ്ടല്ലേ, വീട്ടത്ത് ഞാൻ കുനിക്കുന്ന അറിയാം. കുറച്ച് എണ്ണ അടിച്ച് നമ്മ നേരെ വിടലായി. നമ്മുടെ ചങ്ങായിന്റെ ഏട്ടന്റെ കല്യാണമാണ് കേട്ടാ. ഏതായാലും നമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറാട്ടാ. ഈ കാണുന്ന ഓഡിറ്റോറിയം. നമുക്ക് ഏതായാലും ഉള്ളിലേക്ക് പോവാം. അപ്പൊ ഇവരാണ് കേട്ടോ ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്നത്. നമ്മളെ കിച്ചുവിന്റെ ഏട്ടന്റെ കല്യാണമാണേ. അപ്പൊ നമുക്ക് എന്തായാലും വരാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മ ഒരു ടീമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാനൊന്ന് താഴെ പോയിട്ട് നോക്കില്ല. അപ്പൊ നല്ല തിരക്കിനെ ചോറിക്കുന്നത്. എന്നിട്ട് മിണ്ടാണ്ട് മേലേക്ക് തന്നെ വന്നുട്ടാ. ഏതായാലും ഇനി ചെക്കനും പെണ്ണിനും കണ്ടിട്ട് ചോറിക്കാൻ പോവാ. ഏതായാലും എന്റെയും ഒരു പൊക്കയുണ്ട്. നിങ്ങൾ ആരും വേഗം ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാന്ന്. ഇത് ഇവിടുന്ന് കിട്ടിയതാണ് കേട്ടാ. ഏതായാലും അവർക്ക് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചോറിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. ക്യൂല് നിൽക്കുമ്പോൾ നമ്മളെ ഗൗതമനെ കണ്ടിനെ. അവനെ കല്യാണം വിളിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഏതായാലും നമുക്കില്ല സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും സദ്യ വെച്ചിട്ട് കുറെ നാളായേ. സദ്യ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മയിൽ കുഞ്ഞിരാമയുടെ സിനിമയാണ് കേട്ടാ. എന്തുകൊണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ. ഇവർക്കാണ് ആ കറി വിളമ്പിട്ട് തീരുന്നേ ഇല്ല. കുറെ നേരമായിട്ടാ കറി വിളമ്പാൻ തുടങ്ങിയിട്ട്. എനക്കാണ് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലേ. ഏതായാലും കറി വിളമ്പി തീർന്നിട്ടുണ്ട്. ചോറിനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടാ. ഏതായാലും ചോറ് എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പരിപാടി തുടങ്ങാട്ടാ. അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞ് ഇനി ലേശം പായസം കുടിച്ചേക്കാം. ഏതായാലും സദ്യ അടിപൊളിയാക്കിന് കേട്ടാ. നേരെ കയ്യവൻ പോയിട്ട് വരാം. കയ്യവൻ പോരാന്ന് നോക്കാൻ പൈപ്പ് ഓഫ് ആക്കിന് കേട്ടാ. എന്റെ ക്യാമറ ഉണ്ടെങ്കിൽ എനിക്ക് തിരിക്കാൻ കഴിയില്ല. ഏതായാലും അരുണാട്ടിനെ തിരിച്ചു വന്നിന്. ഇതൊരു പുഴേന്റെ ഇട്ടക്കാണ് കേട്ടോ ഓഡിറ്റോറിയം. അതുകൊണ്ട് നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മ കുറച്ചേരം ആടെ നിന്നു കേട്ടോ ചോറ് വെച്ചിട്ടാകുമ്പോ. ഈ കാണുന്ന നമ്മളെ കിച്ചുവിന്റെ മരുമോളാണ്. ഏതായാലും മരുമോളോട് വന്നിട്ട് നമ്മ നേരെ വിട്ടിട്ടുണ്ട് കേട്ടാ. നമ്മ ഏതായാലും നാട്ടിലേക്ക് വന്നിട്ടാ. നേരെ പോയത് ഒരു പാർക്കിലേക്കാണ് കേട്ടാ. ഏതായാലും ഇടയിലും കുറച്ചേരം ഇരുന്നിട്ട് പോവാച്ചു. ഞാൻ പറഞ്ഞ എനിക്കൊരു ചായ വേണമെന്ന്. അവിടെ ഒരു ചായയും കുടിച്ച് നമ്മ നേരെ വീട്ടിലേക്ക് വിടല്ലേ. അപ്പൊ ഇന്നത്തേക്ക് അത്രയല്ലേ. ഓക്കെ ബൈ.